അത്യാവശ്യം ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ മൂത്രമൊഴിച്ചാൽ ശുചിയാവും. നിങ്ങൾ പയ്യാമ ഇടിച്ചു, ആണായാലും പെണ്ണായാലും ഇട്ടിരിക്കുന്ന പയ്യാമയും അടിയുടുപ്പും മുട്ടറ്റമരെ താത്തിപ്പിടിച്ചുകൊണ്ട് മൂത്രമൊഴിച്ച് വലിച്ചു കയറ്റുമ്പോൾ അതിനകത്തേക്ക് തുള്ളികളായി വീണു. അവിടെ ബാക്ടീരിയകളുണ്ടായി. ഗുഹ്യപ്രദേശങ്ങൾ മുഴുവൻ രോഗമായി. പാപ്പ് സ്മിയർ മുഴുവൻ മലിഗ്നൻ്റായി. മാരകമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസും മറ്റുമില്ലാത്ത ഒരു സ്ത്രീ ശരീരവും പുരുഷ ശരീരവും ഇല്ലാതായി. കാലിൻ്റെ ഇടകൾ മുഴുവൻ വികൃതമായി, ഫംഗസായി. നിങ്ങളുടെ വസ്ത്രധാരണ രീതിയും ജീവിതവും അനാരോഗ്യകരമാണ്. എന്താ ഞാൻ പറഞ്ഞ നുണയാ? അത്യാവശ്യത്തിന് ഓടുമ്പോൾ 100,000 പേര് മൂത്രമൊഴിച്ച ലാറ്റിനിൽ കയറി ഇരിക്കുമ്പോൾ ഇതെല്ലാം ഊരി മോളിലിട്ടേച്ചിരിക്കാനുള്ള നേരം ഉണ്ടാവുമോ? ചോദ്യം മനസ്സിലായില്ല. മുണ്ടുധാരിയൊക്കെ പൊക്കി പിടിച്ചേച്ചൊന്നിരിക്കാം. ശരിയല്ല. ആരോഗ്യ സങ്കല്പമില്ലാത്ത ആഡംബര ജീവിതം. ഇതിന്റെ മാരകതയിലാണ് നിങ്ങളുടെ രോഗങ്ങൾ മുഴുവൻ വളരുന്നത്. ഇത് തിരിച്ചറിയാത്ത പെണ്ണുങ്ങൾ. ഒരെണ്ണത്തിനെങ്കിലും വിവരമുണ്ടോ? വിളിച്ചു. വിമൻസ് ലിബറേഷനെ കൂടി ഒരു സമരത്തിന് സ്കോപ്പുണ്ട്. ഇതുവല്ലോ ഇവളുമാർക്ക് അറിയുമോ? പറഞ്ഞുതരാൻ. ആരോഗ്യ സങ്കല്പം പറഞ്ഞു തരാതെ എന്ത് വളർച്ചയാണ് വളരുന്നത്? കുടുംബത്തിലുള്ള സ്വസ്ഥത കെടുത്താനുള്ള സംഘടനാ ശ്രമങ്ങളല്ലാതെ ആരോഗ്യത്തിനുള്ള സംയോജനത്തിന് പറ്റിയതുവല്ലോ ചിന്തയിലുണ്ടോന്ന് ആലോചിക്കും. കടുകയല്ലേ വല്യമ്മ ആലോചിക്കുന്ന സ്വാമി എവിടെയെല്ലാം നോക്കിയിരിക്കുന്നു എന്നാണ്. ഇത് മുഴുവൻ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ എൻ്റെ മരുന്നാ പോക്കാകുന്നത്. ഞാൻ കുറച്ച് മരുന്ന് കച്ചവടത്തിനിരിക്കുകയല്ല. ഒരു പ്രാവശ്യം എന്നെ കണ്ടാൽ സകല രോഗവും പോയിരിക്കണം. പോകുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് വ്യർത്ഥമാകുന്നത്. എന്നോടുള്ള പ്രതിബദ്ധത ഏതാണ്? എൻ്റെ ആനന്ദവും അതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. ഞാനിതൊന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, എൻ്റെ മനസ്സമാധാനത്തിനും എൻ്റെ തൃപ്തിക്കുമാണ്. ഞാൻ കച്ചവടക്കാരനല്ല. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന വൈദ്യനും ഡോക്ടറും ഒന്നുമല്ല. എനിക്ക് എന്നോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ പോവാം. ഇതുവരെ ഇങ്ങനെ ഒരിടത്തും പോയിട്ട് ഈ പരുവതി ചീത്ത കേൾക്കേണ്ടി വന്നിട്ടില്ല ഉണ്ടോ? ഒരുപാട് പേരുമായി നിങ്ങൾക്ക് സമ്പർക്കമുണ്ട്. രാവിലെ പ്രാർത്ഥന കൂടാൻ വന്നതാണ്. ആരോ പറഞ്ഞു സ്വാമിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് നിർബന്ധമായി കൂടണം. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് പ്രാർത്ഥന ഇതാണ്. അതെ, ആരോ ചതിച്ചതാണ്. ഇത്രയും വലിയ ചതി ഇതുവരെ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? നെഞ്ചത്ത് കൈ വെച്ചായിരിക്കും. കത്തി സൂക്ഷിക്കണം. നല്ല ആരോഗ്യത്തിനുതകുന്ന കത്തി നല്ല പദം നോക്കി കാഴ്ചത് വാങ്ങണം. ജനാധിപത്യം വന്നപ്പോൾ പഠിക്കാൻ കൊള്ളുകയില്ലാത്ത നമ്പൂരിയും നായരും ക്രിസ്ത്യാനിയും ഈഴവനും ഒക്കെ പഠിത്തമില്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ തോറ്റാൽ ബ്ലാക്ക് സ്മിത്തിങ് കഴിഞ്ഞ് കാണുന്ന പാട്ടയടിച്ച് കത്തിയായി അമ്പലപ്പറമ്പിൽ വിൽക്കാൻ വരിക. അവൻ്റെ സൗന്ദര്യം കണ്ടായി പെണ്ണുങ്ങൾ കത്തി വാങ്ങിക്കുന്നത്. ആ കത്തി എല്ലാം കണ്ടാമിനേറ്റഡാണ്. കത്തി കഴുത്തേലണിയുന്ന സ്വർണം ഒന്നും നിങ്ങൾ എന്നിട്ടിരിക്കുന്നത് സ്വർണമല്ല. അതിനകത്ത് ഇറിഡിയവും റൂബീഡിയവും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ സീലുണ്ടായാലും ആ സാധനം ക്യാൻസർ ഉണ്ടാക്കും. കണ്ഠമുഴ
സമീപകാലത്ത് വരുന്ന തൈറോയിഡിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നിങ്ങൾ ഈ അണിഞ്ഞിരിക്കുന്ന സാധനമാണ്. അത് ഊരി വെച്ച് ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോൾ തൈറോയിഡ് താഴ്ന്ന കാണാം. സ്വർണം മനുഷ്യ ശരീരവുമായി റിയാക്ട് ചെയ്യില്ല. ഒറിജിനൽ സ്വർണമാണ് ഒട്ടും റിയാക്ഷൻ ഇല്ലാത്ത ലോഹം ഏറ്റവും ഉത്തമമായത്. പക്ഷെ അതിന് ഏറ്റവും കണ്ടാമിനേറ്റഡ് ആണ്, കാശിത്രയുള്ളത്. അതുകൊണ്ട് ആരോഗ്യം കാക്ഷിക്കുന്നുവെങ്കിൽ സ്വർണം ഉപേക്ഷിക്കണം. കാരണം അത് കണ്ടാമിനേറ്റഡ് ആണെന്ന് കിട്ടുന്നത്, കുതിരപ്പവൻ ഉൾപ്പെടെ. ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞത് നുണയാണോ നോക്കാം. നിങ്ങളുടെ അതിൽ നിന്നൊരു കണ്ണി അടത്തിക്കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ മതി. കത്തി സൂക്ഷിക്കണം, അണിയുന്നത് സൂക്ഷിക്കണം. ഫ്രിഡ്ജിലും ഫ്രീസറിലും വെച്ച് ഒന്നും കഴിക്കരുത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇന്ത്യയിൽ വന്നിട്ട് ഗൊണേറിയയും സിഫിലീസും വിതച്ചിട്ട് ഇവിടെ വളരാതെ പോയതിൻ്റെ ദുഃഖത്തിൽ പാശ്ചാത്യ കമ്പനികൾക്ക് മരുന്ന് വയ്ക്കാൻ പറ്റുന്നില്ല. വൈറസുകളും അമീബകളും ഇന്ത്യയെ ബാധിക്കുന്നില്ല. ഹാർട്ട് അറ്റാക്കും ഹൃദ്രോഗത്തിൻ്റെ വിവിധ തലങ്ങളും മഞ്ഞപ്പിത്തവും ഒന്നും ഇന്ത്യയിൽ അധികമില്ല. അവരന്വേഷിച്ചു കാരണം എന്താണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം കുറവ് മറ്റു നാടുകളിലെ അപേക്ഷിച്ച്. അതുകൊണ്ട് വസ്ത്രധാരണം മാറ്റുക, ഫ്രിഡ്ജിലും ഫ്രീസറിലും വെച്ചത് കഴിക്കുക, സൂര്യപ്രകാശം പരമാവധി കൊള്ളാതിരിക്കുക. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലിന് വേണ്ട വൈറ്റമിൻ ഡി കിട്ടാത്തതുകൊണ്ട് 30 വയസ്സ് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കൃത്രിമമായി ഫുഡിനകത്ത് പെടുത്തണം. ഇന്ത്യയിൽ വേണ്ട, കാരണം സൂര്യപ്രകാശം വൈറ്റമിൻ ഡിയുടെ സോഴ്സാണ്. ആ മരുന്നുകൾ ഇവിടെ വിൽക്കണമെങ്കിൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കണം. അത് കണ്ട് അവിടുന്ന് വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ടിൻ ഫുഡെല്ലാം സൂര്യപ്രകാശം അടിക്കുന്നവരും അടിക്കാൻ തുടങ്ങി. അതോടെ മുഴുവൻ സ്റ്റോണായി. സ്റ്റോൺ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നല്ല, വൈറ്റമിൻ ഡി കലർന്നിരിക്കുന്ന ഹോർലിക്സ് മുതലായവയിൽ നിന്നാണ്. മനസ്സിലായില്ല. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ഈ നാട്ടിൽ സൂര്യനുണ്ട്. 12 മണിക്കൂർ എല്ലാ ദിവസവും സൂര്യനെ കിട്ടുന്ന ഒരു നാടാണ്. ഭാഗ്യം ചെയ്തവരാണ് ഈ നാട്ടുകാർ, രോഗം വരാതിരിക്കാൻ. പക്ഷെ പിള്ളേരെ ടൈയും ബൂട്ടും കെട്ടിച്ചു, AC റൂമിനകത്തിരുത്തി പഠിപ്പിച്ചു, ഫ്രിഡ്ജിലും ഫ്രീസറിലും വെച്ചത് തീറ്റി. ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്തുമാണ് എല്ലാ രോഗാണുക്കളും വളരുന്നത്. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ നിങ്ങൾക്ക്, അതിനകം മുഴുവൻ രോഗാണുവാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിലും ഫ്രീസറിലും വെച്ചത് എൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ തൊടരുത്. എങ്ങനെയാണ് ഞാൻ സാങ്കേതിക വിദ്യയെ എതിർക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായോ എന്നറിയില്ല. നിങ്ങളുടെ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും എങ്ങനെ ഞാൻ സമീപിക്കുന്നുവെന്ന് മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാം. പോയി പതോളജി എടുത്തു വെച്ച് പഠിക്കാം. ഫ്രിഡ്ജും ഫ്രീസറും അണു നിറഞ്ഞതാണെന്ന് അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പശുവിന് ബീജം കൊണ്ടിരുന്നത് തണുപ്പിച്ചാണ്, തണുപ്പിന് പുറത്തെടുത്താൽ അത് ചാവുമെന്ന് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ വനിതയും ഗൃഹലക്ഷ്മിയും വായിക്കുമ്പോൾ ചില കൊച്ചമ്മമാർ അതിലെഴുതും, ഫ്രിഡ്ജ് ചീഞ്ഞു നാറുന്നുണ്ടോ, ഉള്ളി മുറിച്ച് വയ്ക്കുക, നാരങ്ങ മുറിച്ച് വെക്കുക. അണുക്കളില്ലെങ്കിൽ എന്തിനാ മുറിച്ച് വെക്കുന്നത്? മനസ്സിലായില്ല? പിടികിട്ടിയില്ല? അവൻ്റെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തന്നത് ആരോഗ്യമല്ല. മൈദ തുടരുത്. ഗോതമ്പിൻ്റെ തവിട് മുമിയും കളഞ്ഞ് അലോക്സാൻ ചേർത്ത് സോഫ്റ്റാക്കി വരുന്ന മൈദ, അലോക്സാൻ ചേർത്ത് സോഫ്റ്റാക്കി വരുന്ന പുട്ടുപൊടി, ഇഡലിപ്പൊടി, ഇതൊന്നും മേടിക്കരുത്. മല്ലിയും മുളകും ജീരകവും എല്ലാം വാങ്ങിച്ച് കഴുകി ഉണങ്ങി പേറ്റിപ്പെറുക്കി പൊടിക്കണം. അരി വീട്ടിൽ കഴുകി ഉണങ്ങി പേറ്റിപ്പെറുക്കി പൊടിക്കണം. വീട്ടിൽ പൊടിക്കുന്ന അരിക്ക് സോഫ്റ്റ് ആവില്ല, കാരണം അലോക്സാൻ ചേർന്നിട്ടില്ല. അലോക്സാൻ പിറ്റ്യൂട്ടറിയെ ബാധിക്കുന്നതും ബീറ്റാ കോശങ്ങളെ കൊല്ലുന്നതും കുട്ടികൾക്ക് പ്രമേഹമുണ്ടാക്കുന്നതും മുതിർന്നു വരുമ്പോഴേക്ക് പിറ്റ്യൂട്ടറി അഡിനോമ, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമ തുടങ്ങിയ ബ്രെയിൻ ട്യൂമറുകൾ ഉണ്ടാക്കുന്നതുമാണ്. മാരകമാവിധം ജീവകോശങ്ങളെ ബാധിക്കുന്നതാണ് പിറ്റ്യൂട്ടറിയോട് ബന്ധമുള്ള ബീറ്റാ കോശങ്ങളെ കൊന്നുകളയുന്ന അലോക്സാൻ. അലോക്സാൻ്റെ അതിപ്രസരം ഇന്ത്യയിൽ മാരക രോഗങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ബ്രെഡ്, ബണ്ണ്, കേക്ക്, ബിസ്ക്കറ്റ്, നൂഡിൽസ്, സേമിയ, അടപ്രഥമനുള്ള അട, എണ്ണമറ്റ കൊണ്ടാട്ടങ്ങൾ ഉൾപ്പെടെ 480-ൽ പരം അവതാരങ്ങൾ ഉള്ളതാണ് മൈദ. ചില്ലറ അവതാരമല്ല, ഇതെല്ലാം മൈദയുടെ അംശാവതാരങ്ങളാണ്. പൂർണ്ണാവതാരം പൊറോട്ടയാണ്.
മനസ്സിലായില്ല? ഇത് കൂടാതെ ട്രെയിനെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന കശുവണ്ടി പരിപ്പ് കൃത്രിമമായി മൈദ കൊണ്ട് അച്ചിനകത്തുണ്ടാക്കിയതാണ്. ഇത് ഏറ്റവും മാരകമാണ്. നിങ്ങൾ സദ്യക്ക് ഉണ്ണാൻ പോകുമ്പോൾ കിട്ടുന്ന ബിരിയാണി അത് മൈദ കൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയ റൈസാണ്. ബിരിയാണി റൈസ് അല്ല, അതായത് ബസുമതിയല്ല. അതൊന്നും തിന്നരുത്. ഇവിടുന്ന് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്. തിന്നുന്നുവെങ്കിൽ മരുന്ന് വാങ്ങരുത്. മുട്ടേറ്റ് ചെയ്ത യാതൊരു പദാർത്ഥവും കഴിക്കരുത്. ഒരു തോട്ടത്തിലെ വാഴ ഒന്നിച്ചു കുലയ്ക്കുന്നു, ഒരു തോട്ടത്തിലെ പൈനാപ്പിൾ ഒന്നിച്ചു കുലയ്ക്കുന്നു. അതെല്ലാം മുട്ടേറ്റ് ചെയ്ത സാധനങ്ങളാണ്. 2, ഒരു കോഴിയുടെ ശരീരത്തിൽ നിന്നൊരു ടിഷ്യൂ എടുത്ത് ആ ടിഷ്യൂ കലകളെ അതിൻ്റെ ബയോക്ലോക്ക് മാറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകൾ കുത്തിവയ്ക്കുന്നു. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, യൂറോപ്യൻ ഫ്രൈഡ് ചിക്കൻ, അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ, റോയൽ ഫ്രൈഡ് ചിക്കൻ 8 ദിവസം കൊണ്ട് ഇങ്ങനെ വികസിപ്പിച്ചെടുത്തവയാണ്. ചുണ്ടില്ല, കാലില്ല, കൈയില്ല, വേസ്റ്റില്ല, പപ്പും പൂടയുമില്ല, ഇതൊന്നുമില്ല. ആ സാധനം കഴിക്കുന്നവർ മരുന്നേ ഇവിടുന്ന് തുടരുത്. മാരകമാണത്. നിങ്ങളുടെ ബയോക്ലോക്ക് മാറി മറിയും, മാരകമാവിധം ബാധിക്കും. ഇതിൻ്റെ 2ാം വിഭാഗമാണ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കോഴിക്കുഞ്ഞിന് കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകൾ കൊടുത്ത് ബ്രോയിലർ ചിക്കനും ബ്രോയിലർ മുയലും ബ്രോയിലർ താറാവും ഒക്കെയാക്കി അതാതിൻ്റെ കുഞ്ഞുങ്ങളെ കോൺട്രാസെപ്റ്റീവ് ഹോർമോണിൽ വളർത്തിയെടുക്കുന്നത്. 2 കൊല്ലം കൊണ്ട് വളരേണ്ട കോഴിക്കുഞ്ഞ് 27 ദിവസം കൊണ്ട് തിന്നാറാവും കോൺട്രാസെപ്റ്റീവ് ഹോർമോണിൽ. അവിടെയും ബയോക്ലോക്ക് മാറ്റുക. അതിന് മാംസത്തിന് വെയിറ്റ് കിട്ടുന്നതിന് വേണ്ടി മന്തിൻ്റെ സിറവും കയറ്റും. മനസ്സിലായില്ല? നിന്നിട്ടൊന്നുമില്ല, കുറഞ്ഞിട്ടുണ്ട്. കാരണം 81 പോലും ഞങ്ങൾ ഇതിനെതിരെയില്ലേ. അതൊക്കെ പത്രങ്ങൾ ഇപ്പം ഏറ്റെടുത്തത് ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങളെത്ര കൊല്ലമായി ഞാനിത് പറഞ്ഞ് കേൾക്കുന്നു? ശരിയല്ല? 2 കൊല്ലെങ്കിലും ആയില്ലേ ഇവിടെ വരാൻ തുടങ്ങി? 81 മുതൽ ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. ഇപ്പം അതൊക്കെ മാതൃഭൂമിയും മനോരമയും സിനിമാ നടന്മാരും ഒക്കെ ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ പുറത്തേക്കില്ല ഇതൊന്നുമായിട്ട്. ഇവിടെ വന്നാൽ പറഞ്ഞുതരും. അറിവ് പോയി പറഞ്ഞു കൊടുക്കേണ്ടതൊന്നുമല്ല, ആവശ്യമുള്ളവൻ മാത്രം പഠിക്കേണ്ടതാണ്. ഞങ്ങളിതൊരു ഇൻഫോർമൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് നടത്തുന്നത്. ദിസ് ഈസ് ആൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. താല്പര്യമുള്ളവനെ മാത്രം പഠിപ്പിക്കുന്ന. അത് രോഗവുമായി വരുമ്പോഴാണ് വട്ടം പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ കിട്ടുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠിപ്പാണ്. അവിടുന്ന് തലതിരിഞ്ഞ് നേരെയായെങ്കിൽ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. കാരണം ആവശ്യത്തിനാണല്ലോ വരുന്നത്. അല്ലാതെ നാട് നിങ്ങളെ ഇറങ്ങി പറയാൻ പോയി കഴിഞ്ഞാൽ കച്ചവടക്കാരനും ബാക്കിയുള്ളവനും ഒക്കെ ദുഃഖം ഉണ്ടാവും. ആരെയും ദുഃഖിപ്പിക്കേണ്ട കാര്യമില്ല. ഇതെനിക്ക് മരുന്ന് തരണോ അതിനു വേണ്ടി തന്നതാണ്. ക്ലിയർ? അതുകൊണ്ട് തുടരുത്. കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളുടെ അതിപ്രസരം FSHനെ മാറ്റിമറിക്കും. ആൺകുട്ടികൾക്ക് സ്ത്രീ ശബ്ദം ഉണ്ടാകുന്നു. തലമുടി നീട്ടണമെന്ന് തോന്നുന്നു. സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന് തോന്നും. ലിംഗങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നു. കുടുംബജീവിതം അസാധ്യമാകുന്നു. തലമുടി നേരത്തെ നരയ്ക്കുന്നു. ഇതെല്ലാം ആൺകുട്ടികളിൽ വരുന്ന മാറ്റമാണ് ഈ ചിക്കൻ്റെ അതിപ്രസരം. ഇതൊക്കെ കാണാറുണ്ടോ? ഇങ്ങനെയൊക്കെ കാണാറുണ്ടോ? സമൂഹത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? ആലോചിച്ചുകൊള്ളുക. പെൺകുട്ടികൾക്ക് തലമുടി വെട്ടി നടക്കണമെന്ന് തോന്നും. എടിയെന്ന് വിളിച്ചാൽ ദേഷ്യം വരുന്നു. എടാ എന്ന് വിളിക്കണമെന്ന് വരുന്നു. പരസ്പരം എടാ എന്ന് വിളിക്കുന്നു. ഹോർമോണുകൾ ഇംബാലൻസിലെത്തുന്നു. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വരുന്നു. മീശ മുളയ്ക്കുന്നു. താടിരോമങ്ങൾ കൊണ്ട് അലങ്കൃതമാകുന്നു. ദേഹത്തെല്ലാം രോമം ഉണ്ടാകുന്നു. പുരുഷത്വം കൂടുന്നു. പുരുഷൻ ചെയ്യുന്ന പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. പുരുഷൻ പഠിച്ച കരാട്ടയും മറ്റുള്ളതും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനതിന് പീഡനം കൂടുന്നു. സ്ത്രീയെയല്ല പീഡിപ്പിക്കുന്നത് ആധുനിക സമൂഹം, പുരുഷനെ.
സ്ത്രീ രൂപത്തിലുള്ള പുരുഷനെ. കയറി ഹെഡ് ചെയ്യുന്നു, കൂടുതൽ ദൂരം ഓടുന്നു. അവിടെയൊക്കെ പുരുഷൻ മാത്രം വികാരമില്ലാതെ മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് പത്രങ്ങളും മറ്റുള്ളവയും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പ്രായപൂർത്തി എത്തുന്നു. പണ്ടും ഉണ്ടായിരുന്നില്ല ഇവിടെ സ്ത്രീയും പുരുഷനും ഒക്കെ അടച്ചുറപ്പില്ലാത്ത മുറികൾ. രാത്രി 12 മണിക്കും മറ്റും ഒന്ന് മൂത്രമൊഴിക്കുകയോ കക്കൂസി പോവുകയാണെങ്കിൽ പറമ്പിൽ പോകണമായിരുന്നു. ശരിയല്ല? അന്നെന്ത് ഈ സ്ത്രീയൊക്കെ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചത്? പുരുഷന്മാർ അന്നും ഇല്ലായിരുന്നു. അന്നും സ്ത്രീ പുരുഷന്മാർ ഈ ലോകത്തൂടെ യാത്ര ചെയ്തില്ലേ? ചോദ്യം മനസ്സിലായില്ല. ഇന്ന് അച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന കാലമായിരിക്കുന്നു. എന്തേ പറ്റിയത്? എന്താണ് സംഭവിച്ചത്? 1960കളിൽ 18 വയസ്സ് കഴിഞ്ഞ് മാത്രം സ്ത്രീ മെൻസസ്സായി. കോടതി പറഞ്ഞ പ്രായത്തിൽ. ആൺകുട്ടികൾക്ക് 20-25 വയസ്സായിട്ട് മാത്രം ബീജശേഷി വന്നു. തെറ്റായ കാര്യങ്ങളോ വികാരങ്ങളോ ഇല്ലാതെ ബാല്യം കടന്നുപോയി. 1980 14 വയസ്സിൽ മിക്കവാറും സ്ത്രീകൾ ആദ്യത്തെ മെൻസസ് കഴിച്ചു. 1990 12-13 വയസ്സിൽ. 2000 ആണ്ട് 11-12 വയസ്സിൽ. 2010 7 മുതൽ 10 വയസ്സ് വരെ. 10 വയസ്സിനുള്ളിൽ എല്ലാ പെൺകുട്ടികളും മെൻസസ്സായി. 11-12 വയസ്സിൽ ആൺപിള്ളേർക്കെല്ലാം ബീജശേഷിയായി. പ്രായപൂർത്തി കോടതി പറയുന്ന പോലെ നിൽക്കണമെന്ന്. ശരീരം ബയോക്ലോക്കിൽ പ്രായപൂർത്തി കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിയുണ്ടാകാൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ബ്രെയിൻ ഇണചേരാൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുമ്പോൾ 7.5 വയസ്സുകാരി മെൻസസ്സായവളാണെങ്കിൽ ശരീരത്തിൽ പുരുഷൻ്റെ ചൂടനുഭവിക്കുമ്പോൾ പതുക്കെ പതുക്കെ അവളുടെ കൈയും കാലും ഒക്കെ മാറാൻ തുടങ്ങും. അച്ഛൻ അച്ഛനല്ലാതാവും, അവൾ മകളല്ലാതാവും. തെറ്റ് ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ പീഡിപ്പിച്ചു എന്ന് മാത്രം എഴുതിയാൽ ഇവക്ക് പ്രായപൂർത്തിയാക്കിയ സമൂഹത്തിനില്ലേ ഉത്തരവാദിത്വം? ശാസ്ത്രത്തിനില്ലേ? വളർത്തിയ തള്ളയ്ക്കില്ലേ? നാടിനില്ലേ? പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമില്ലേ? Am I not right? ഇതിനു പകരം കുറെ പത്രങ്ങൾ ഊച്ചാളിത്തര എഴുതിയാൽ മതി. നാട് നന്നാക്കാൻ കുറെ ആക്ടിവിസ്റ്റുകൾ നിഴലിച്ച് നടന്നാൽ മതി. മര്യാദയ്ക്ക് വളരാൻ പഠിക്കണം. സ്കൂളും കോളേജുമെല്ലാം ഇതിൻ്റെ വിലാസ കേന്ദ്രങ്ങളാണ്. അധ്യാപകർ വിഷമിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവളെയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയും ഒക്കെ തെറ്റായ മാർഗങ്ങളിലേക്ക് മൂത്രപ്പുരയിലും മറ്റുള്ളതും കൊണ്ടുപോയി എന്ന് അധ്യാപകരോട് പറയുന്നിടത്ത് കേരളം എത്തുന്നു. നിൽക്കണമെങ്കിൽ മര്യാദയ്ക്ക് വളരണം, മര്യാദയ്ക്കുള്ള ആഹാരം കൊടുക്കണം, ആരോഗ്യ സങ്കല്പം ഉണ്ടാകണം, ആരോഗ്യത്തിനനുസരിച്ച് വീട് രൂപകൽപ്പന ചെയ്യണം. പണം ഉണ്ടാക്കിയാൽ പോരാ. കാശുണ്ടായാൽ ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. ദേഷ്യം വരുന്നുണ്ടാവുന്നു. ദേഷ്യം വരുന്നുണ്ടാവും. പച്ചയ്ക്കാണ് ഞാൻ പറഞ്ഞേ, ഒരു മറയും കുറയില്ലാതെ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുക ഞാൻ കാവ്യ എടുത്തുണ്ടാവും. കാരണം എനിക്കറിയുന്ന ഈ സത്യം നിങ്ങൾക്ക് അറിയില്ല. കാരണം എൻ്റെ അടുക്കൽ ഇത്തരക്കാരാണ് കൂടുതൽ വരുന്നത് രോഗം കൊണ്ട്. കുഞ്ഞിന് മെൻസസ് വന്നിട്ട് 10 കൊല്ലമായി. പോളിസിസ്റ്റിക് ഓവറിയാണ്, വൃദ്ധയുടെ വജൈനയാണ്. വിവാഹം കഴിച്ചുവിടാൻ വിഷമമാണ്. തള്ള വരുമ്പോൾ ഗർഭം അലസിയിട്ടുണ്ടോ, അതിനുള്ള മരുന്നുകൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 5-6 കൊല്ലമായിട്ട് സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ മുതൽ കോൺട്രാസെപ്റ്റീവ് ഗുളികയാണ് പേടിച്ചിട്ട് ഞാൻ പൊടിച്ചിട്ട് കൊടുത്തത്. ആരെങ്കിലും ഉപദ്രവിച്ചാൽ വീടിന് പേരുദോഷം വരാതിരിക്കാൻ എന്ന് പറയുമ്പോൾ നടുക്കത്തോടെയാണ് പിന്നെ മരുന്ന് കൊടുക്കേണ്ടി വരിക. വിദ്യാസമ്പന്നയും പ്രബുദ്ധയും പണക്കാരിയുമായ തള്ളയുടെ സ്വഭാവം ഇതായിത്തീർന്നുവെങ്കിൽ ഈ നാട് എവിടെയാണ് നിൽക്കുന്നത്? ഈ അനുഭവങ്ങളിൽ നിന്നാണ് പറഞ്ഞത്, കേട്ടുകേൾവി എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ഇടയിലിരിക്കുന്ന പലരും ഇത്തരം ഒരുപാട് ദുഃഖങ്ങൾ പറയാനാണ് വരുന്നത്. കേൾക്കാൻ നേരം കാണിക്കാറില്ല. കേട്ടാൽ മരുന്നെഴുതാൻ പോലും പറ്റൂല. ഇത് കേട്ട് ആസ്വദിക്കാനല്ല ജീവിതം ഞാൻ ഒഴിഞ്ഞു വെച്ചത്, നിങ്ങൾ രോഗികളല്ലാതെ ജീവിക്കാൻ.
അതുകൊണ്ട് ആദ്യം മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. 10 പാപങ്ങൾ അരുത്. അന്നം വിശുദ്ധമാണെന്ന് കരുതി കഴിക്കണം. ലോകം ഒരു അന്നമാണെന്ന് കരുതണം. ചുറ്റുപാടുകളോട് മര്യാദയ്ക്ക് പെരുമാറണം. ഹോർമോൺ ട്രീറ്റ് ചെയ്ത് യാതൊന്നും വീട്ടിനകത്ത് കയറ്റരുത്. കയറ്റിയാൽ നിങ്ങളുടെ പിള്ളേർ പോക്കായും തീരുമാനിച്ചോ. മനസ്സിലാവുമോ? മര്യാദകളുടെ അതിൻ്റെ സൈന്യത്തിലാണ് പറഞ്ഞത്. ഇതിലും കൂടുതൽ മര്യാദകളുടെ ഭാഷയിൽ നീ സംസാരിക്കാനാവില്ല. അത്രയും മര്യാദകളുടെ ഭാഷയിലാണ് സംസാരിച്ചത്. പത്രത്തിൽ ഓരോ ദിവസവും വാർത്ത വരുന്നുമുണ്ട്. ശരിയല്ല. അച്ഛനെതിരെ അച്ഛൻ്റെ അനിയൻ മകളെയും കൂട്ടിക്കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുന്നു. ശരിയല്ല. അച്ഛൻ ഞരമ്പ് രോഗിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? സാമൂഹ്യ പ്രതിബദ്ധത വേണ്ടേ നിങ്ങൾക്ക്? ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളെ വരാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്കുള്ള എണ്ണം കഴിച്ച് പഠിക്കും. ഇന്നേ കരുത്. പഴയ കാലത്ത് ഒരു തേങ്ങ ഇട്ട് കൊണ്ടുവന്നാൽ അതിനകത്ത് അതിന് വെയിറ്റ് ഇല്ലെങ്കിൽ ആ തേങ്ങ കൊണ്ടുവന്ന് എടുക്കുമ്പോൾ അത് പൊതിക്കും. പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മൂട്ടുമുറിയിൽ മാത്രം ഒരല്പം തേങ്ങ, തലമുടിയിൽ കണ്ണുള്ള മുറിയിലില്ല, ചിരട്ട മാത്രം. അത് വയസ്സിനും വയസ്സയും കൂടെ കൊത്തി തിന്നുമ്പോൾ പിള്ളേർ എന്ന് ചോദിക്കും, നല്ല തേൻ പോലെ മധുരമുള്ള തേങ്ങ. പിള്ളേരോട് പറയും മക്കൾ തിന്നുണ്ടാ. പെൺകുട്ടികളോട് പറയും മച്ചിയായി പോവും, മച്ചനായി പോവും. ആൺകുട്ടികളോട് പറയും ഇത് തിന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് വൈകല്യങ്ങളുണ്ടാവും, ഇത് നിങ്ങൾ തിന്നണ്ട. കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിയാൽ നല്ലതാണ്. പഴയ ആളുകൾ ഇങ്ങനെ പറയുന്നത്. തിന്നരുത്. നിങ്ങൾ അത്രയും പേര് കേട്ടിട്ടുണ്ട്. എത്ര സൂക്ഷിച്ചാണ് നിങ്ങളെ വളർത്തിയത്. പ്രകൃതിയിൽ വരുന്ന ഒരു അബറേഷൻ, ഒരു ഹോർമോൺ ഇംബാലൻസ്, ഒരു ക്രോമസോമൽ അബറേഷൻ ഒരു തേങ്ങയിൽ കണ്ടാൽ അത് കുട്ടികളെ തീറ്റാതെ വളർത്തിയ തള്ളയുണ്ടാവും. ചക്ക മുറിച്ചരിയുമ്പോൾ ഒരു ചുള കുരു ഒട്ടി അതിന് കുരുവില്ല എന്ന് വന്നാൽ തള്ളയിൽ ചവച്ച് തിന്നും പച്ചയ്ക്ക്. അത് പുഴുക്കിനകത്തിടുകയില്ല, ആ അവിയലിനകത്തിടുകയില്ല. കാരണം അത് നിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ യൗവനയുക്തമായ ജീവിതം നഷ്ടമാകരുതെന്ന് ചിന്തിച്ചോ. നിങ്ങൾ ഈ ഇരിക്കുന്ന വിദ്യാസമ്പന്നരായ, നാടൻ ഭാഷയിൽ അലവലാദികൾ എന്ന് വിളിക്കണം, നിങ്ങൾ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളിൽ എല്ലാ എണ്ണവും ഒരെണ്ണം എക്സെപ്ഷൻ ഇല്ലാതെ കുരുവില്ലാത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത ആപ്പിൾ മേടിച്ചുകൊണ്ട് പോലെ പിള്ളേർക്ക് കൊടുക്കുക. ചോദ്യം മനസ്സിലായില്ല? കൃത്രിമമായി കുരുവിനെ നശിപ്പിച്ച് കളഞ്ഞ് ഹോർമോൺ തളിച്ച് കുരുവില്ലാതാക്കിയത്. ഏതൊരു വെണ്ടയിൽ നിന്ന് കുരുവെടുത്താൽ അത് കിളുക്കുകയില്ലയോ അത്തരം അന്തക വിത്തുള്ളത് ഇതെല്ലാം മേടിച്ചു കൊണ്ടുപോയി തീറ്റുമ്പോൾ സത്യത്തിൽ വളരെ ചെറുപ്പം മുതൽ 1 വയസ്സ് മുതൽ തീറ്റി ആ കുഞ്ഞിനെ അണ്ടിയില്ല കുണ്ടനാക്കിയിട്ട് അവനെയും ചുമന്ന് ഉരുളി കമഴ്ത്താൻ വിവാഹം കഴിഞ്ഞ് അവന് ബീജശേഷി ഉണ്ടാകാൻ വേണ്ടി ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും കഴിക്കാൻ നടക്കുകയല്ലേ. വല്ല രക്ഷയുണ്ടാവോ? ഇത് പോയില്ലേ നേരത്തെ? അല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, വളരെ മര്യാദയ്ക്ക് ആലോചിച്ചു. ഞാൻ പറഞ്ഞത് നുണയാണോ? നിങ്ങളെ എന്താ ചെയ്യുന്നത്? ആ കുഞ്ഞ് നിങ്ങളെ കൊന്നില്ലെങ്കിൽ അവൻ മര്യാദക്കാരനായി കൂട്ടണം. കാരണം അവൻ്റെ വംശം തടഞ്ഞ ദ്രോഹികളാണ് നിങ്ങൾ തന്തയും തള്ളയും. നിങ്ങൾ ഇരിക്കുന്നിടത്ത് സ്വസ്ഥത കിട്ടുമോ? 2.5 വയസ്സ് മുതൽ തീറ്റി പോറ്റിയത് വംശം നിലനിൽക്കാനാണോ? നിങ്ങൾക്കുണ്ടോ വിവരമുള്ളൂ? ശാസ്ത്രം ചുമന്ന് കിടക്കുന്ന കഴുതകൾ. എന്നിട്ട് അഭിമാനിക്കുന്നു ഏതാണ്ടൊക്കെ ഉണ്ടാക്കി നാട്ടിലെന്ന്. നിങ്ങളൊന്നും ഉണ്ടാക്കുകയല്ലേ ഇത്, മുഴുവൻ സംസ്കൃതിയും നശിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെയൊക്കെ കണ്ടാൽ കുളിക്കണം. അവസാനം ഇവനെയും ചുമന്ന് IUI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, എന്നിട്ട് ഇത്രയും കാലം തന്തയും തള്ളയും സംസ്കാരവും ഉണ്ടാക്കിയ സ്വത്ത് വല്ല സ്വീപ്പറുടെയോ കോളേജിൽ പഠിക്കുന്നവൻ്റെയോ
തമാശയിൽ കുളിച്ചുണ്ടാക്കിയ കൃത്രിമ ബീജസങ്കലനത്തിൽ നിന്ന് വന്ന കുഞ്ഞിനെയും ചുമന്ന് നടക്കേണ്ട ഗതികേടില്. ഇതാ നിങ്ങളുടെ നാടിൻ്റെ ശാസ്ത്ര പുരോഗതി. Am I right? ഇനി ശാസ്ത്രത്തെക്കുറിച്ചൊന്നും അഭിമാനിക്കരുത്. നിങ്ങളുടെ ശാസ്ത്രത്തിന് അന്തസ്സില്ല. ആഭിജാത്യവുമില്ല. ഞാൻ പറഞ്ഞത് നേരാണോ? നിങ്ങൾ ചെറുപ്പക്കാരാ? ഞാൻ പറഞ്ഞത് നേരാണോ? സത്യമുണ്ടോ? ചെറുപ്പക്കാരോടായി ചോദ്യം, പ്രായമായവരോടല്ല. ഞാൻ പറഞ്ഞത് നേരാണോ? അതുകൊണ്ട് ശരിക്കും ആലോചിച്ചിട്ട് മാത്രം മരുന്ന് മേടിക്കാൻ കരുതുക. ഇനി ഈ പരിപാടികളൊക്കെ നിർത്തുക. ഇത്തരം നിർത്തിയാലും പെട്ടെന്ന് കയറാൻ മേല. ഒരു രസായനം നിത്യം കഴിക്കണം. കൃതജ്ഞത. ജനിപ്പിച്ച തന്തയോട് കൃതജ്ഞതയുണ്ടാകണം. 10-1 അയാൾക്ക് കൊണ്ട് കൊടുക്കണം. അയാളുടെ കോശങ്ങൾ സന്തുഷ്ടമാകുമ്പോൾ അസനാവുരം നിങ്ങളുടെ ആരോഗ്യവും ആനന്ദവും ഉണ്ടാവും. തന്തയ്ക്ക് കൊടുക്കാത്തവൻ മരുന്ന് മേടിക്കാൻ കയറുന്നത്. ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പാദങ്ങളെ കണ്ണുനീർ കൊണ്ട് കഴുകി മുടി കൊണ്ട് തുടച്ച് പശ്ചാത്തപിച്ച് കൊടുത്തിട്ട് വന്നിട്ട് മരുന്ന് മേടിച്ചാൽ മതി. ചത്തുപോയെങ്കിൽ ആ പട്ടടയിൽ പോയിരുന്ന് കരയണം. ആ പ്രായത്തിലുള്ളവനെ തന്തയാണെന്നോർത്ത് ബഹുമാനിച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രം മരുന്ന് മേടിച്ചാൽ മതി. കൃതജ്ഞതയില്ലാത്തവൻ മരുന്ന് കൊണ്ടുകൊണ്ട. അതാ രസായനം. തള്ളയ്ക്ക് കൊടുക്കരുത്. തള്ളയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, യോഗ്യത ഉണ്ടാവില്ല. തന്തയുടെ 1000 മടങ്ങാണ് തള്ള. തള്ളയ്ക്ക് കൊടുത്ത് ചെറുതാകരുത്. ഉദരത്തിൽ നിങ്ങളെയും ഇട്ട് ഒരു നട ചവിട്ടിയതിന് നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചത് മുഴുവൻ ആ കാൽക്കൽ കൊണ്ടുവച്ച് കാൽപാദങ്ങളെ കഴുകിയാലും തള്ളയ്ക്കുള്ളതാവില്ല. അതുകൊണ്ട് ആരോഗ്യം നിങ്ങൾ കാക്ഷിക്കുന്നുവോ, അമ്മയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യം. അമ്മയുടെ അനുഗ്രഹമില്ലാതെ, പെറ്റ തള്ളയുടെ അനുഗ്രഹമില്ലാതെ ഏതെല്ലാം തള്ളയെ നിങ്ങൾ ചുമന്നാലും ഒരു പ്രയോജനവും കിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സിദ്ധന്മാരുടെ പാദം കഴുകി നിങ്ങൾ വെള്ളം കുടിച്ചാലും തള്ളയുടെ ശാപമായി രക്ഷയില്ല. അതുകൊണ്ട് എൻ്റെ മരുന്നൊന്നും തള്ളയുടെ ശാപം ഉണ്ടെങ്കിൽ ഫലിക്കില്ല. ഏത് കർമ്മത്തിലും എപ്പോഴും സദാ ഒരുങ്ങി ഇറങ്ങുമ്പോഴൊക്കെ തള്ളയെ സ്മരിക്കണം, പെറ്റ തള്ളയെ. അതുകൊണ്ട് തള്ളയ്ക്ക് കൊടുത്ത് ചെറുതാകണ്ട. തള്ളയെ എടുത്തിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ. തള്ളയ്ക്ക് കൊടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാനമുണ്ട്. അതുകൊണ്ട് തന്തേക്കാളൊക്കെ മുകളിലാണ് തള്ള. അന്നം പാകം ചെയ്യുന്നവർ, അന്നം വിളമ്പിത്തരുന്നവർ, അന്നം പറമ്പിൽ ഉൽപ്പാദിപ്പിക്കുന്നവർ, അവരൊക്കെ ഈ മണ്ണിന് അത്യാവശ്യം. കമ്പ്യൂട്ടറും പരിപാടിയൊന്നും അത്ര അത്യാവശ്യമൊന്നുമല്ല. അവൻ്റെ മനസ്സിൻ്റെ സന്തോഷം ആഹാരത്തിൻ്റെ സന്തോഷം. അതുകൊണ്ട് എവിടെ അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനെ കണ്ടാലും ബഹുമാന പുരസ്സരം എഴുന്നേക്കണം. തോർത്താ കൊടുത്തിരിക്കുന്നത് കൗപീനം അതിൻ്റെ അടിയിലേക്ക് കാണാനുണ്ടാവും. അതുകൊണ്ട് തൊലിഞ്ഞൊറിഞ്ഞതായിരിക്കും, കറുത്തതായിരിക്കും, പാൻറ്റിൻ്റെ അയ്യൊന്നും ഉണ്ടാവില്ല. അത് കണക്കാക്കണ്ട. എഴുന്നേക്കണം, ഇരിക്കുന്നിടത്തുമാണ് ബഹുമാനിക്കണം. അവനൊന്ന് കോപിച്ചാൽ, കാരണം അവനുണ്ടാക്കിയ വെണ്ടയ്ക്കയും വഴുതനയാണ്. അവനെ കളിയാക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലായാലും അവനാ ഭാഷ മനസ്സിലായില്ലെങ്കിലും അവൻ്റെ വെണ്ടയ്ക്കയും പാവയ്ക്കയും നിങ്ങളുടെ മക്കളുടെ ശരീരത്തിൽ പചിച്ച് രൂപാന്തരപ്പെട്ട് അതിനറിയും. നാളെ ഹീമോഗ്ലോബിൻ കുറയും, പ്ലേറ്റ്ലെറ്റ് ഇടിച്ചു താഴും, WBC താന്നു പോവും, ALL M2 വന്ന് അതിലെ ബ്ലാസ്റ്റിൻ്റെ അളവ് നോക്കി ഡോക്ടർ അടിച്ചു തരും. മരുന്നില്ലെന്നാണ് പറയുക. മരുന്നുണ്ടാവില്ല, കാരണം അവൻ്റെ ശാപമാണ്. കഴിക്കുന്ന അന്നത്തോട് നന്ദിയുണ്ടായി അത് ഉണ്ടാക്കുന്നവനെ ബഹുമാന പുരസ്സരം കണ്ട് അവനെ തൃപ്തിപ്പെടുത്തിയിട്ട് ഞണ്ണണം. അപ്പോൾ രോഗം മാറും. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കാലു വെക്കാം, ഇല്ലെങ്കിൽ പോകാം. 10 പാപങ്ങളരുത്. അന്നം വിശുദ്ധമായിരിക്കണം. അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനോടും നാടിനോടും കൃതജ്ഞതയുണ്ടാവണം. 1 ഗ്ലാസ് വെള്ളം ഒരാൾ തന്നാൽ കൃതജ്ഞത വേണം. പലയിടത്ത് പോയി മരുന്ന് കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് മരുന്നെടുത്ത് തന്നിട്ടുണ്ട്. എൻ്റെ അടുക്ക വന്നിട്ടേ ഉള്ളൂ. മരുന്ന് നിങ്ങൾ മേടിക്കണമെന്നില്ല. ആ മരുന്ന് തന്നവരോടും നന്ദി വേണം.
അവരെയൊക്കെ തെറി പറഞ്ഞ് അടുത്തവനെ സൈഡ് പിടിക്കാൻ പോകരുത്. ഇതുവരെ മരുന്ന് തന്ന മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതി, ആയുർവേദം, അവരുടെയൊക്കെ മരുന്നകത്ത് കിടക്കുക. അവരെ കുറ്റം പറഞ്ഞ് എന്നെ മണിയടിക്കാൻ നോക്കണ്ട. കഴിച്ചിട്ടുണ്ടോ നന്ദിപൂർവ്വം സ്മരിക്കുക. തെറ്റിപ്പോയെങ്കിൽ അത് നിങ്ങളുടെ വൈകൃതമാണ്, അവരുടെ കുറ്റമല്ല. അങ്ങനെ എടുക്കുക. എന്നിട്ട് മാത്രം മരുന്ന് മേടിക്കുക. അവർ തന്ന മരുന്നുകളും നിങ്ങളുടെ തന്തയുടെയും തള്ളയുടെയും ബീജവും ഇതുവരെ നിങ്ങൾ കഴിച്ച ആഹാര ശകലങ്ങളും എല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിന് ഉതകുമാറ് പര്യാപ്തമായി സങ്കല്പിച്ചാണ് ഞാൻ മരുന്ന് തരുന്നത്. അല്ലാതെ അതിനെയെല്ലാം വിമർശിച്ചിട്ട് ഞാൻ മാത്രം കേമനാണെന്ന് പറഞ്ഞ് അതിൻ്റെ പൊക്കത്തിലേക്ക് തരികയല്ല. നിങ്ങൾ വളർന്നത് എൻ്റെ മരുന്ന് കഴിച്ചിട്ടല്ല, നിങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വന്നത്. ഇതുവരെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ആ ചരിത്ര സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മര്യാദാമസൃണമായി മാത്രം ചികിത്സിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല എൻ്റെ കേമത്വമല്ല ചികിത്സ. ആലോചിച്ചകത്ത് കയറിയാവും. അതുകൊണ്ട് മണിയടിക്കാനും അവരെ കുറ്റം പറയാനും ഒന്നും നോക്കണ്ട, ഒന്നും നിൽക്കണ്ട. പരദൂഷണത്തിന് എനിക്ക് നേരവും ഉണ്ടാവില്ല. നിങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ മരുന്ന് എഴുതും. മാക്സിമം 30 സെക്കൻഡ്. നിങ്ങൾ വിഷമിക്കും. പരിശോധനയും ബഹളമൊന്നുമില്ല. നിങ്ങൾ കൊണ്ടിരുന്ന എല്ലാ പേപ്പറും വായിച്ചു നോക്കണമെന്നുമില്ല. ഏറ്റവും ഇവിടെ വരുന്നവർ വിഷമിക്കുന്ന ഒരു കാര്യം അതാ. അതുകൊണ്ട് സ്പെഷ്യലായി കാണാൻ പറ്റും. 5-8 പേരുണ്ടാവും. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞില്ല, കേൾക്കാനുള്ളത് മുഴുവൻ സ്വാമി കേട്ടില്ല. രാവിലെ വന്നവരിലും ഒരു കൂട്ടരുണ്ട്. അവരിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഇനി ഉച്ചയ്ക്ക് ഒന്നുകൂടെ കണ്ടിട്ട് പോയാൽ മതിയോ? രാവിലെ സ്പെഷ്യലായി ഒന്ന് കണ്ടതാണ്. മോളിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു വന്നതാണ്. കൂടെ വന്നയാളിന് കണ്ണു അടച്ച് പിടിച്ച് മരുന്ന് എഴുതി കൊടുത്തു. ഡോക്ടറോട് പറഞ്ഞു എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞു, പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. എന്നാലും ചിലത് പറയാനുണ്ട്. രോഗിക്ക് പറയാനുള്ളത് മാത്രമല്ല, കൂടെ വന്നവർക്ക് പറയാനുണ്ട്. മുഴുവൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും. ഈ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. പോയി 15 ദിവസം കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അവരിങ്ങനെ ചുറ്റിക്കൊണ്ട് നീ ഇതൊക്കെ എഴുതി കൊടുത്താലും മരുന്ന് പോയി മേടിച്ചു കഴിഞ്ഞാലും മനസ്സമാനം ഉണ്ടാവില്ല. നിങ്ങൾ വാ പൊളിച്ചാൽ എൻ്റെ ചികിത്സ ഫലപ്രദമാവില്ല. കാരണം നിങ്ങൾ 1.5-2 മണിക്കൂർ ഇരുന്ന് ഡോക്ടർമാരോട് സംസാരിച്ച് കഴിച്ച മരുന്നൊക്കെ പൊളിഞ്ഞിട്ടായി വന്നിരിക്കുന്നത്. ശരിയല്ല? ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ട് എഴുതിയ മരുന്നൊക്കെ പൊളിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ വർത്തമാനം പറഞ്ഞ് നേരെയാവില്ല. നിങ്ങൾ പറയാനുള്ളത് കേട്ട് ഞാൻ മരുന്ന് എഴുതി തന്നാൽ ഞാനും വെള്ളത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ വാ പൊളിക്കാൻ ഞാൻ പരമാവധി സമ്മതിക്കില്ല. എൻ്റെ സമീപനമൊക്കെ നിങ്ങൾക്ക് സഹിക്കാത്തതാണ്. ഇറ്റ്സ് വെരി ഓൾഡ് അല്ലേ? ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനാണ്. അതുകൊണ്ട് കയറുമ്പോഴേ എഴുതിത്തരുന്ന മരുന്നിൽ ഉത്തമം കമ്പനി മരുന്നല്ല. മുക്കുറ്റി, തിരുതാളി, നിലംപരണ്ട, നിലപ്പന ഒക്കെയാണ്. അവയുടെ ഔഷധ വീര്യം പ്രഭാവം കൊണ്ട് നാനോ തലത്തിലാണ്. തൊട്ടുരിയാടാതെ പറിച്ചെടുക്കണം. ശുദ്ധവൃത്തികളോടെ പറിച്ചെടുക്കണം. കുട്ടികളുണ്ടാകാതെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് മെൻസസ് കഴിഞ്ഞ് 7-ാം ദിവസം 7 തഴുതാമയില അതിന് പ്രദക്ഷിണം വെച്ച് അരച്ച് കഴിച്ചാൽ മതി, കുട്ടി ഉണ്ടായി. ഏത് കിഡ്നി സ്റ്റോണും ഒരു തേക്കിൻ കുരു കൊണ്ട് മാറും. എത്ര കടുത്ത അസിഡിറ്റിയും അൾസറും എല്ലാം ഒരു കൂവളത്തിൻ്റെ പച്ചക്കായ പൊട്ടിച്ചതിൻ്റെ മജ്ജ ഒന്നുണങ്ങിപ്പൊടിച്ച് അല്പം പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ മതി. അത്ര എളുപ്പമായി ഈ പണി. വലിയ പാടുള്ളതല്ല ഈ പണി. അതൊക്കെയാണ് ഉത്തമ മരുന്ന്. അത് മാത്രം എഴുതിത്തരുമെന്ന് കരുതരുത്. 2000 രൂപയിൽ കുറയാത്ത ആയുർവേദ മരുന്ന് നല്ല ലേബലൊട്ടിച്ച നല്ല കാണാൻ കൊള്ളാവുന്ന കുപ്പിയിലുള്ളത് എഴുതി. കാരണം നിങ്ങളുടെ മക്കളൊക്കെ എഞ്ചിനീയറും ഡോക്ടറും അധ്യാപികയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി തന്നില്ലെങ്കിൽ ഞാൻ മരുന്ന് ഇതുപോലുള്ള കറുക, മുക്കുറ്റി, തിരുതാളി, അതായത് ഹെർപ്പിസ് സോസ്റ്റർ വന്ന് തല നിറഞ്ഞ്
കണ്ണിലേക്ക് വ്യാപിച്ച് നാളെ രാവിലെ 10 മണിക്ക് ജഡമെടുക്കാമെന്ന് പറഞ്ഞു കിടക്കുന്ന സ്ത്രീ ഹോസ്പിറ്റലിൽ, ചാഴികാടൻ്റെ ഹോസ്പിറ്റൽ. ഡോക്ടറെ പോയി കണ്ടൊരു മകൻ ചോദിച്ചു, ഒരു ആയുർവേദ മരുന്ന് കൊടുത്തോട്ടെ. ഡോക്ടർ പറഞ്ഞു എന്തു മരുന്നും കൊടുത്തു, എത്രയും ഞാൻ സഹകരിക്കാം, കാരണം ഞങ്ങൾക്ക് ഇതിന് മേലെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ എന്തിനാ കൊടുക്കേണ്ടെന്ന് പറയും. ഞങ്ങൾ പഠിച്ചിടത്തോളം വെച്ച് ഇത് ഏറ്റുപോകില്ല, ഗ്യാരണ്ടീഡാ. രാത്രി 12 മണിക്കാണ് കറുകനീര് പിഴിഞ്ഞ് വായി കൊടുക്കുന്ന മക്കൾ. ഒരു മകൻ ഉടക്കി ഇറങ്ങിപ്പോയി, അന്ധവിശ്വാസത്തിന് മുതിർന്നതിൻ്റെ പേര്. ഒരു മകനും സെറ്റും കൂടി കറുകനീര് പിഴിഞ്ഞു കൊടുത്തു. തൊട്ടാവാടി പാലിൽ പുഴുങ്ങി അരച്ച് പരട്ടി. നേരം വെളുത്തപ്പോഴേക്ക് കണ്ണു തുറന്ന് ബോധം വീഴും. ആളടുത്ത ആഴ്ചയിലേറ്റ് നടക്കാൻ തുടങ്ങി. ഇത്രയും പവർഫുള്ളാണ് ഈ മരുന്നുകൾ. ഇത്രയും പവർഫുൾ അല്ല ഒരു കമ്പനി വരുന്നു. നന്നായി എനിക്കറിയാം. അറിഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് കമ്പനി മരുന്ന് എഴുതി തരുന്നത്, അറിയാതെയല്ല. കാരണം ഞാനിതെല്ലാം എഴുതി തന്ന ഉടക്കിപ്പോയൊരു മകനെ പോലെ നിങ്ങൾ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെയാണ്. ഞാൻ കറുകയും മുക്കുറ്റിയും തിരുതാളിയൊക്കെ എഴുതി തന്നാൽ നിങ്ങൾ പിള്ളേർ ചാണ്ടിയും ഗോപനും സുലൈമാനും ഒക്കെ എഞ്ചിനീയറിംഗും ഒക്കെ കഴിഞ്ഞവൻ തന്തയെ നോക്കിയിട്ട് അയൽവക്കത്ത് നിന്ന് വന്ന് നിൽക്കുന്ന പണിക്കാരനിൽ ഒരുത്തനെ വിളിക്കും, എടാ ചാക്കോച്ച നീ പോയി ഒരു കയറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തിനാ കുഞ്ഞേ ഈ കയറ്? എൻ്റെ അച്ഛനെയും അമ്മയും കൂടെ കെട്ടി പറമ്പിലോട്ട് കെട്ടാൻ ഒരു സ്വാമി കുറെ പുല്ലും വൈക്കോലും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പറിക്കാൻ നടക്കാൻ നേരെയില്ല, പറമ്പിലോട്ട് കെട്ടിയാൽ അവിടെ നിന്ന് നിന്നോളുമല്ലോ. മാത്രമല്ല വൈകുന്നേരം ആകുമ്പോഴേക്ക് ചാണകവും ലഭിക്കുമല്ലോ. അത്തരം മക്കളെയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്മാരുടെ അടുക്കലേക്ക് ഞാൻ ഈ മരുന്ന് എഴുതി തന്നു വിടുമ്പോൾ ശാലം വിഷമം ഉണ്ടാവും. എനിക്ക് മതിയാവൂ. നിങ്ങളുടെ മക്കളുണ്ടോന്ന് ചോദിച്ചിട്ട് എഴുതിയാൽ മതി. ഇല്ലാത്ത ഒരു 2000-3000 രക്ഷപ്പെടുമല്ലോ. അന്നേരത്തേക്ക് ചിലപ്പോൾ തന്തയും തള്ളയും പറയും അങ്ങനെയുള്ള മക്കളില്ലെന്ന്. പക്ഷെ ഫലത്തിൽ തിരിച്ചാവും. Am I right? ഞാൻ പറഞ്ഞത് ശരിയുണ്ടോ? അതുകൊണ്ടായിരുന്നു ഇങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ എനിക്കുറപ്പുണ്ട് ഏതാമവാദവും പോകാനൊരു മുത്തങ്ങ മതി. കുട്ടിക്കാലത്ത് നിങ്ങൾക്കെല്ലാം ആട്ടുംപാലിൽ തിളപ്പിച്ചു തന്നതാണ് നിങ്ങളുടെ അമ്മ.